കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് പലതരത്തിലും ഒരു മോശം ഉദാഹരണമാണ്. ഒരു അഴിമതിയെ മറച്ചുപിടിക്കാൻ, ആ അഴിമതിയിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഏതറ്റം വരെ പോകാമെന്ന് തെളിഞ്ഞതാണ്. സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി കോടതി എടുത്തു കുടഞ്ഞതും നമ്മൾ കണ്ടു. ആദ്യം അത് മുഹമ്മദ് ഹനീഷ് ആയിരുന്നു, ഇപ്പോൾ അത് കെ ബിജു IAS ആണ്. ഇന്ന് കോടതിയിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയെന്ന് പറയാവുന്ന തരത്തിൽ ബിജുവിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? ബിനിൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീജ, വലിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിയമവിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കി ഉദ്യോഗസ്ഥർ മുൻപും കുഴപ്പത്തിലായിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം വലിയ വിമർശനം സമീപകാലത്തൊന്നും ഒരു IAS ഉദ്യോഗസ്ഥന് ഹൈക്കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. അത്ര വലിയ വിമർശനമാണ് കെ ബിജു IAS എന്ന സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിക്ക് സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിടേണ്ടി വന്നത്. ഇന്ന് അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരായി ആ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കോടതിയിൽ കിട്ടിയപ്പോൾ ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കാൻ കഴിഞ്ഞു? കോടതിയെ അധിക്ഷേപിക്കുന്ന വാചകങ്ങളാണ് നിങ്ങളുടെ ഉത്തരവിലുള്ളത്. അത്തരത്തിൽ ഉത്തരവിറക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരും വരില്ല എന്നാ ഉദ്യോഗസ്ഥനോട് നേരിട്ട് കോടതി പറയുകയാണ് ചെയ്തത്. അപ്പോൾ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ് കെ ബിജു IAS എന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ചെയ്തത്. ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുൻപ് പിണറായി സർക്കാരിന്റെ കാലത്ത് 3 വട്ടം അനുമതി നിഷേധിച്ചാണ്, പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചാണ് INTUC നേതാവ് R ചന്ദ്രശേഖരനെ വിചാരണയ്ക്ക് പോലും വിട്ടു നൽകേണ്ടതില്ല എന്നായിരുന്നു പിണറായി സർക്കാർ തീരുമാനിച്ചത്. അതിനുശേഷം ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, കോൺഗ്രസ് ഭരിക്കുന്നു. അവിടെ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകിയപ്പോൾ സർക്കാരിന് അതിനേക്കാൾ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നതാണ്. എന്തായാലും ഒരു കേസ് എങ്ങനെ കുളമാക്കാം, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഉത്തരവുകൾ കുളമാക്കാം, അല്ലെങ്കിൽ ഒരു കേസിൽ എത്രത്തോളം മോശമായി ഇടപെടാമെന്ന് സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ തെളിയിച്ച കേസിൽ കോടതി തന്നെ തെളിയിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുക എന്ന്.